ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ ഇപ്പോൾ 4 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം തകർത്തുകൊണ്ടാണ് കോർപ്പറേഷൻ NDA ഭരിക്കുന്നത്. ആ ഭരണം ആരംഭിക്കുന്ന ദിവസങ്ങളിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ കോൺട്രവേഴ്സി ഉടലെടുക്കുന്നത്. അതിൽ നിന്നൊട്ടും പിന്നോട്ടില്ല എന്ന സൂചന CPM നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിയമ പോരാട്ടമെങ്കിൽ നിയമ പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് അവർ അതിനെ എടുക്കുന്നത്. അതിനപ്പുറം BJPയുടെ അസഹിഷ്ണുത എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരാൻ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമായി കൂടി അവർ കാണുകയാണ്. ഇതിൽ എന്താണ് രണ്ട് വ്യക്തികൾക്കിടയിലെ സംഭാഷണം എന്നത് വ്യക്തമല്ല എന്നിരിക്കെ കോൺഗ്രസ് എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്? നിങ്ങൾ ആർക്കൊപ്പമാണ് തിരുവനന്തപുരത്തെ ഈ പോരെ? അല്ല, ഇവിടെ ആർക്കെങ്കിലും ഒപ്പം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒപ്പം ഇല്ലായ്മ എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ പോകേണ്ടതാണ്. ഒന്ന്, കോർപ്പറേഷന്റെ കീഴിൽ ജില്ലാ പഞ്ചായത്തുകളുടെ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എല്ലാം കീഴിൽ കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ വ്യവസ്ഥാപിതമായ രീതിയിലാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. അതായത് പബ്ലിക് ടെൻഡർ, ആ ടെൻഡറിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ബിഡർ അവർക്കാണ് ഇത് ടെൻഡർ കൊടുക്കുന്നത്. പിന്നെ ചില കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഭരിക്കുന്ന പാർട്ടി അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നീട് അതിനുശേഷം എഗ്രിമെന്റുകൾ വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ അറിയേണ്ട ഒരു കാര്യം, 7 വർഷമായിട്ടിരിക്കുന്ന ശ്രീ പ്രശാന്തിന് നിയമപരമായിട്ട് കോർപ്പറേഷൻ അത് കൊടുത്തിട്ടുള്ളതാണോ, അതിന് വാടക ചീട്ടുണ്ടോ? വാടക ചീട്ടുണ്ട് എങ്കിൽ വാടക ചീട്ടിന് ഒരു കാലാവധിയുണ്ട്. ഇതൊരു സിനിമയ്ക്കകത്ത് ധാരാവിയിൽ നിന്ന് ദാമോദർ ഭായി വന്ന് വീട് ഒഴിപ്പിക്കാൻ വരുന്നത് പോലെ കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത്, വ്യവസ്ഥാപിതമായ രീതിയിൽ അവിടെ വാടക കൊടുത്ത് ഇരിക്കുന്നയാളാണോ, എത്ര മാസത്തേക്കാണ്, സാധാരണ ഇതിൽ 11 മാസത്തേക്കാണ് ഇതിന്റെ കാലാവധി എഴുതുന്നത്. ഇനി അടുത്ത എത്ര മാസക്കാലത്തേക്ക് അദ്ദേഹത്തിന് ആ റൂമിൽ ഇരിക്കാനുള്ള ഇതുണ്ട്. അതല്ല, CPM കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷനിൽ ഒരു പാർട്ടിയുടെ ഔദാര്യം എന്ന നിലയിൽ, പല പാർട്ടികളും അതൊക്കെ ചെയ്യുന്നുണ്ട്, അതിലൊരു കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല, അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ പോലും ഇത് ശ്രീലേഖയ്ക്ക് ഒഴിപ്പിക്കാൻ പറ്റത്തില്ല രേണുക. അത് നിയമപരമായി കോർപ്പറേഷന്റെ സെക്രട്ടറി നോട്ടീസ് കൊടുക്കണം. നിങ്ങൾ ഇരിക്കുന്ന കെട്ടിടം അനധികൃതമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വാടക കുറവാണ്, ഇത്ര ദിവസത്തിനകം നിങ്ങൾ കെട്ടിടം ഒഴിവാകണം എന്നുള്ളത് അത് പറയേണ്ടത് കോർപ്പറേഷന്റെ കൗൺസിലർ അല്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ കെട്ടിടങ്ങളുണ്ട്. ചിലപ്പോൾ ഇറങ്ങിപ്പോകാൻ ആളുകൾ മടിക്കും. ഇനി ചില പഞ്ചായത്ത് മെമ്പർമാർ തന്നെ വാടകയ്ക്ക് എടുത്തതിന് ശേഷം അവരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം അവർ ഇരിക്കാറോ തുടരാറൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു മാർഗ്ഗം, നിയമവാഴ്ച നിലനിൽക്കുന്ന, പഞ്ചായത്തി രാജ് നിയമം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അത് വ്യവസ്ഥാപിതമായിട്ട്, ഇന്നലെ BJPയുടെ കോർപ്പറേഷൻ ഭരണസമിതി അധികാരം ഏറ്റെടുത്തു, മേയർ തെരഞ്ഞെടുപ്പ് നടന്നു. അതൊക്കെ അവരുടെ ഔദ്യോഗികമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും പാർട്ടിപരമായ കാര്യങ്ങൾ. ഇവിടെ അനധികൃതമായിട്ടാണ് VK പ്രശാന്ത് അതിനകത്ത് ഇരിക്കുന്നത് എങ്കിൽ VK പ്രശാന്തിന് നോട്ടീസ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ്. അത് കൗൺസിലറുടെ ഡ്യൂട്ടി അല്ല, കൗൺസിലർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഒന്നുകിൽ വാടക കുറവ്, അല്ലെങ്കിൽ നിങ്ങൾ അനധികൃതമായിട്ടിരിക്കുന്നു, നിങ്ങൾ ഇത് ഒഴിവായി തരണം. അതല്ലാതെ ഓടിച്ചെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലർ ചെന്നിട്ട് അത് പറയുന്നത്, അത് ഇനി അത് അവരുടെ പാർട്ടി അറിഞ്ഞിട്ടാണോ, ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് ഉള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത്, വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ മാത്രമേ സർക്കാരിന്റെ കെട്ടിടങ്ങൾ, അത് പൊതുജനത്തിന്റെ അല്ലെങ്കിൽ പൊതു സംരംഭത്തിന്റെ, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. ആ കെട്ടിടത്തിൽ ഇരിക്കുന്ന ആള് അത് നിയമപരമായി പ്രാബല്യത്തിലിരിക്കുന്ന വാടക വെച്ച് വേണം. ഇവിടെ സൂചിപ്പിക്കേണ്ട ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് 700 രൂപ. തിരുവനന്തപുരം പോലെ ഒരു പട്ടണത്തിൽ, ശാസ്തമംഗലത്തെ ഒരു കെട്ടിടത്തിൽ ഇപ്പോഴും 700 രൂപയ്ക്ക് ഒരാൾ വാടകയ്ക്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് അത്ഭുതമായിട്ട് തോന്നും. എന്തുമായിക്കൊള്ളട്ടെ, ഇനിയിപ്പോൾ 700 കോർപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന വാടകയെങ്കിൽ ആ 700 വാടക പ്രകാരം എത്ര മാസത്തേക്കാണ് VK പ്രശാന്തിന് കെട്ടിടം കൊടുത്തിരിക്കുന്നത്, അത്രയും നാൾ ഇരിക്കാനുള്ള അവകാശമുണ്ട്. ഇനി വാടക കൊടുക്കാതെയാണ് അദ്ദേഹം ഇരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തെ ഒഴിപ്പിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് കോർപ്പറേഷനാണ്, തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർക്കല്ല. അവർക്കത് ശുപാർശ ചെയ്യാം. അപ്പൊ ഇവിടെ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ അവർ പോകുന്നത് അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം, അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം സഹോദര തുല്യനായതുകൊണ്ട് പറഞ്ഞതാണോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷേ നിയമത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, പഞ്ചായത്തി രാജ് നിയമത്തിലൂടെ നോക്കുമ്പോൾ നമുക്കതിന്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പ്രശാന്ത് ഇരിക്കുന്നത് നിയമപരമായ അധികാരത്തോടു കൂടി, വാടക ചീട്ടോടു കൂടിയാണ് എങ്കിൽ ആ വാടക ചീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, കോർപ്പറേഷൻ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ നിരുപാധികം ഒഴിപ്പിക്കാൻ. ആ ഒഴിപ്പിക്കുന്നതിന് മുമ്പ് 30 ദിവസത്തെ നോട്ടീസ് അല്ലെ 45 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് ഇയാളെ ഒഴിപ്പിക്കാനുള്ള അധികാരം അത് കോർപ്പറേഷനിൽ നിക്ഷിപ്തമാണ്. ഈ എഗ്രിമെന്റിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആ കാര്യങ്ങൾ
പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ സെക്രട്ടറിയാണ്. അതല്ലാതെ ഒരു കോർപ്പറേഷന്റെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ല. അങ്ങനെ ഒരാളെ കൊണ്ട് അത് ചെയ്യിച്ചത് അതിൽ അനൗചിത്യമുണ്ട്. ഇനി നാളുകളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചാണ് എങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നിയമപരമായി ചെയ്യേണ്ട കാര്യം ഇതാണ്. ആ കാര്യത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ച എന്തുകൊണ്ടാണ് ഇവരോട് ഈ MLA-യുടെ കെട്ടിടം MLA ഉപയോഗിക്കുന്ന കോർപ്പറേഷന്റെ മുറി ഒഴിവാകണം എന്ന് ഒരു കൗൺസിലർ പോയി പറയാനുള്ള സാഹചര്യം എന്ത് എന്നുള്ളത് ഈ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഈ മുറി ഇത് കൗൺസിലർമാർക്ക്, ഇപ്പം ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിൽ അവിടെ എന്താ പറഞ്ഞ ഒരു മുറി പഞ്ചായത്ത് തന്നെ വാടക കൊടുത്ത് ഇല്ലെങ്കിൽ വാടകരഹിതമായി എവിടുന്നെങ്കിലും എടുത്ത് ഓരോ വാർഡിലും ഓരോ വാർഡ് മെമ്പർമാർക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു മുറി ഇങ്ങനെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി അറിയേണ്ടതായിട്ടുണ്ട്. കോർപ്പറേഷനിൽ ഇത് ആ വാർഡിൽ നിന്ന് ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർക്ക് വേണ്ടി കോർപ്പറേഷൻ അവരുടെ ഓഫീസായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഓഫീസായി പ്രവർത്തിക്കുന്നതാണ്. അതിന്റെ മുഖ്യ കവാടത്തിൽ തന്നെ ആ വാതിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ MLA ഓഫീസ് എന്നത് മനസ്സിലായി. കഴിഞ്ഞ 7 വർഷമായി ഈ രീതിയിൽ ഉപയോഗിക്കുകയാണ്. VK പ്രശാന്ത് മേയർ ആയിരുന്ന ഘട്ടം മുതലാണ് ഇങ്ങനെ വാർഡുകളിൽ ഇങ്ങനെ ഒരു റൂം എന്നത് കൗൺസിലർ ഓഫീസ് എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും നടപ്പാക്കുകയും ചെയ്തത് എന്നതാണ് പ്രശാന്ത് ഇന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം, 832 രൂപയാണ് ഈ 300 സ്ക്വയർ ഫീറ്റിന് വാടകയായി കിട്ടുന്നത്. അക്കാര്യത്തിൽ ആ കാര്യങ്ങൾ പരിശോധിക്കും എന്നത് മേയർ ഇതിനോടകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ മാത്രമല്ല മറ്റ് കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടും ആ കാര്യങ്ങൾ പരിശോധിക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സെക്കൻഡ്, അതായത് കൗൺസിലർക്ക് ജനങ്ങളുമായി ബന്ധപ്പെടാൻ അല്ലെങ്കിൽ പബ്ലിക് ഗ്രീവൻസസ് ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ ഓഫീസായി തുറക്കാൻ അനുവദിക്കപ്പെട്ട റൂമാണ് എങ്കിൽ എങ്ങനെ അവിടെ MLA-ക്ക് റൂം ഉണ്ടായി എന്നുള്ളത് അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അത് നിയമവിരുദ്ധമായിട്ടായിരിക്കുമല്ലോ. കൗൺസിലറുടെ പ്രവർത്തനത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന മുറി MLA-ക്ക് അതിന്റെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നുവെങ്കിൽ അത് മുമ്പ് ഭരിച്ചിരുന്ന ആളുകൾ അവരുടെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ MLA-യും MLA-യുടെ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചാണ് കൗൺസിലറുടെ മുറിയിൽ കയറിയിരിക്കുന്നത്. അതും തെറ്റായ കാര്യം. ആ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കണം. ഞാൻ മോഹൻ വർഗീസിലേക്കാണ് വരേണ്ടത്. പക്ഷെ ഞാൻ അതിന് മുൻപ് ഒന്ന് സുരേഷ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. സുരേഷ്, ഇപ്പോൾ ഈ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ കൗൺസിലറുടെ ഓഫീസ് എന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് മേയറുടെ ഓഫീസാണ്, ക്ഷമിക്കണം, MLA-യുടെ ഓഫീസാണ്. MLA-യുടെ ഓഫീസ് വളരെ വലിപ്പമുണ്ട്, വിശാലമായി അതിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അതേസമയം ഈ കൗൺസിലറുടെ ഓഫീസ് എന്ന് പറയുന്നത് സ്ഥല പരിമിതി മൂലം ബുദ്ധിമുട്ടുന്നുണ്ട്. 2 3 ചെയർ മാത്രം ഇടാൻ പറ്റുന്ന സൗകര്യം, അലമാര പോലും അവിടെ വെക്കാൻ പറ്റാത്ത വാഷ്റൂമിനുള്ളിൽ വെക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ സംവിധാനം അവിടെ വന്നു? കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഇവിടെ കോർപ്പറേഷൻ ഭരണം LDF ആണ് തുടർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ അനുവദിക്കപ്പെട്ടതാണോ? അത് വ്യവസ്ഥാപിത മാർഗത്തിലൂടെയാണോ പ്രവർത്തനം? ഇതിന് വാടകച്ചീട്ട് എന്നതുണ്ടോ? മാർച്ച് വരെ കാലാവധി എന്ന് പ്രശാന്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ MLA ടെന്യൂറിന്റെ കാര്യം മാത്രമാണോ, അതോ വാടകച്ചീട്ടുണ്ടോ? ഇത്തരം സംശയങ്ങൾ എല്ലാവരിലും ഉണ്ട്. അല്ല, ഞാൻ അതിന് കൃത്യമായി മറുപടി പറയാം. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ BJP-യുടെ പ്രതിനിധി ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാർ, അവന്മാർ, ഇവന്മാർ എന്നൊക്കെ നിലയിൽ വളരെ സംസ്കാരശൂന്യമായി സംസാരിക്കുന്നത് കേട്ടു. സത്യത്തിൽ ഇതിനെനിക്ക് മറുപടി പറയാൻ തീരെ താല്പര്യമില്ല. കാരണം അദ്ദേഹം സംസ്കാരത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയും അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ നടത്തുന്ന പദപ്രയോഗങ്ങൾ അവന്മാർ, ഇവന്മാർ ഈ രൂപത്തിലാണ് ന്യൂസ് 18 പോലുള്ള ഒരു വളരെ നിലവാരമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇതൊന്നും അത്ര ഒരു ചർച്ചയ്ക്ക് ചേർന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്, സ്നേഹത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഒരു